ഹായ് മക്കളെ, +1 കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നുള്ള 1 മാർക്ക് ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങൾ. ആദ്യത്തെ ചോദ്യം ഇതാണ്: സ്റ്റേറ്റ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് സ്റ്റേറ്റ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ഇത്രേ പറയുന്നുള്ളൂ: റിയാക്ടന്റുകളുടെ മാസും പ്രൊഡക്റ്റുകളുടെ മാസും ഈക്വൽ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഞാൻ വാട്ടർ ഉണ്ടാകുന്ന ഹൈഡ്രജനും ഓക്സിജനും കൂടി കമ്പൈൻ ചെയ്തിട്ട് വാട്ടർ ഉണ്ടാവാണ്, വെള്ളം ഉണ്ടാവാണ്. നമ്മൾ ഇവരുടെ മാസ് എടുത്താൽ, ഓക്സിജൻ ആണ്, നമ്മൾ ഇവരുടെ മാസ് എടുക്കുകയാണെങ്കിൽ ഹൈഡ്രജന്റെ മാസ് 4 ആണ് അല്ലെ, 4 ഗ്രാം ആണ്. ആൻഡ് ഓക്സിജന്റെ മാസ് 32 ഗ്രാം ആണ്. അപ്പൊ രണ്ടും കൂടെ ആഡ് ചെയ്താൽ എത്ര ഗ്രാം നമ്മൾ ടോട്ടൽ എടുത്തിട്ടുണ്ട്? 4 ഗ്രാം ഹൈഡ്രജനും 32 ഗ്രാം ഓക്സിജനും എടുത്തിട്ടുണ്ട്. സോ ഇൻ ടോട്ടൽ 36 ഗ്രാം റിയാക്ടന്റ് ആണ് ഇവിടെ ഉള്ളത് അല്ലെ മക്കളെ. അരോമാർക്കിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ഇവിടെയുള്ള ആളുകളാണ് റിയാക്ടന്റുകൾ, ഈ സൈഡിലുള്ള ആളുകളാണ് പ്രൊഡക്റ്റ്. സോ പ്രൊഡക്റ്റ് വാട്ടർ ആണ്, റിയാക്ടന്റുകൾ ഹൈഡ്രജനും ഓക്സിജനുമാണ്. സോ 36 ഗ്രാം റിയാക്ടന്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. കിട്ടുന്ന പ്രൊഡക്റ്റ് എത്ര ഗ്രാം ഉണ്ട്? വാട്ടറിന്റെ മാസ് 18 ഗ്രാം, അത് 2 എണ്ണം ഉണ്ട്. സോ 36 ഗ്രാം വാട്ടർ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. എടുക്കുന്നത് 36, കിട്ടുന്നതും 36. ഇതാണ് എന്ത് പറയുന്നത്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പറയുന്നത്. മാസ് ഓഫ് റിയാക്ടന്റ് is equal to mass of product or matter can neither be created nor be destroyed. എഴുതി വെക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. How many significant figures are present in the following? തന്നിരിക്കുന്നതിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആണുള്ളത്? 0.0025. 0.0025 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ടോ? ഇല്ല, 2 എണ്ണമാണുള്ളത്, 2ഉം 5ഉം മാത്രം. നോൺ സീറോ ഡിജിറ്റിന് മുന്നേ ഉള്ള ഈ 3 സീറോയും യാതൊരു വാല്യൂ ഇല്ല, നമ്മൾ സിഗ്നിഫിക്കന്റ് ഫിഗർ ആയിട്ട് കൂട്ടില്ല. സോ 2 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആണ് ഇതിലുള്ളത്. അടുത്തത് 285. 285 ഓൾ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കന്റ് അല്ലെ. അപ്പൊ 2ഉം 8ഉം 5ഉം ഒക്കെ സിഗ്നിഫിക്കന്റ് ആണ്. സോ 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആണ് 285-ലുള്ളത്. അടുത്ത ചോദ്യം: a given compound always contains exactly the same proportion of elements by weight. ഏത് ലോ ആണ് ഇവിടെ പറയുന്നത്? ഈ ലോ എന്താണെന്ന് പറയുന്നതിന് മുൻപ് ഇല്ലുസ്ട്രേഷൻ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ വെള്ളം എടുക്കുന്നത് എവിടെ നിന്നായിക്കോട്ടെ, കടലിൽ നിന്ന് എടുത്തോ, തോട്ടിൽ നിന്ന് എടുത്തോ, കിണറ്റിൽ നിന്ന് എടുത്തോ, നിങ്ങൾ എത്ര അളവ് വെള്ളം വേണമെങ്കിലും എടുത്തോ, ഏത് സോഴ്സിൽ നിന്ന് വേണമെങ്കിലും എടുത്തോ. ഇതിൽ ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും മാസുകളുടെ റേഷ്യോ എത്രയാണ് കുഞ്ഞുങ്ങളെ? ഹൈഡ്രജന്റെ മാസ് 2, ഓക്സിജന്റെ മാസ് 16. ചെറുതാക്കിയാൽ നമുക്ക് എത്ര കിട്ടും? ചെറുതാക്കിയാൽ 1:8 എന്ന് കിട്ടും. സോ ഏത് സോഴ്സിൽ നിന്ന് നിങ്ങൾ വെള്ളം കളക്ട് ചെയ്താലും, അത് എത്ര കളക്ട് ചെയ്താലും, ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും മാസുകളുടെ റേഷ്യോ അല്ലെങ്കിൽ വെയിറ്റുകളുടെ റേഷ്യോ ഇസ് ഓൾവേസ് 1:8. ഇവർ 1:8 എന്ന റേഷ്യോയിലായിരിക്കും ഏത് സോഴ്സിൽ നിന്ന് എടുത്താലും സെയിം തന്നെയാണ്. അപ്പൊ ഏത് ലോ ആണിത്? ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ കേട്ടോ. ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ ആരാ പ്രപ്പോസ് ചെയ്തത്? proposed by ജോസഫ് പ്രൗസ്റ്റ് അല്ലെ. ജോസഫ് പ്രൗസ്റ്റ് ആണ് പ്രപ്പോസ് ചെയ്തത്. ലോ എഴുതി വെക്കാൻ മറക്കില്ല. ലോ സ്റ്റേറ്റ് ചെയ്യാൻ ചോദിക്കും. അപ്പൊ ലോ അറിയാമായിരിക്കണം, ഇല്ലുസ്ട്രേഷൻ അറിയാമായിരിക്കണം. റെഡി. അടുത്തത് ഇതാണ്: നെയിം ദ ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ ഇല്ലുസ്ട്രേറ്റഡ് ബൈ ദ പെയർ ഓഫ് കോമ്പൗണ്ട് CO and CO2. നമുക്ക് 2 കോമ്പൗണ്ടുകൾ ഒരു പെയർ തന്നിട്ടുണ്ട്. കാർബൺ മോണോക്സൈഡും ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ട്. ഇത് ഏത് ലോ ആണെന്നാണ് ചോദ്യം. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ആണോ? ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ആണോ? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആണോ? ഗേ-ലുസാക്സ് ലോ ആണോ? ഏതാണ്? അവോഗാഡ്രോസ് ലോ ആണോ? ഏത്? ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷനിൽ വരുന്ന ഏത് ലോ ആണ് മക്കളെ ഇത്? ഇത് പറഞ്ഞാൽ, ഞാൻ ഇത് ഇല്ലുസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. കാർബൺ മോണോക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടായിരിക്കുന്നത് അല്ലെ. അപ്പൊ ഏത് എലമെന്റുകളിൽ നിന്നാ? കാർബണും ഓക്സിജനും തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഈ 2 കോമ്പൗണ്ടുകളും ഉണ്ടാകുന്നത്. കാർബൺ മോണോക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാകുന്നത്. സോ 2 എലമെന്റുകൾ കമ്പൈൻ ചെയ്ത്, 2 ഡിഫറെന്റ് എലമെന്റ്സ് കമ്പൈൻ ചെയ്ത് ഒന്നിലധികം കോമ്പൗണ്ടുകൾ ഫോം ചെയ്യാണ്. ഇനി നമുക്ക് ഇവരുടെ മാസ് കമ്പയർ ചെയ്യാം. കാർബൺ 12, ഇവിടെയും കാർബണിന്റെ മാസ് 12, ഒറ്റ കാർബൺ അല്ലേ ഉള്ളൂ. ഇവിടെ ഒരു ഓക്സിജന്റെ മാസ് ഇതാ ഒന്നുമില്ലെങ്കിൽ 1 എന്നാണ് മീനിങ്. സോ ഒരു ഓക്സിജന്റെ മാസ് 16. ഇവിടെ 2 ഓക്സിജൻ, ഒന്നിൻ്റെത് 16, 2 എണ്ണം വരുമ്പോൾ 16 × 2 32. സോ 12 കാർബൺ, ഇവിടെയും 12 തന്നെയാണ് കാർബണിന്റെ മാസ്. 16 ആണ് ഇവിടെ ഓക്സിജന്റെ മാസ്, ഇവിടെ 32 ആണ് ഓക്സിജന്റെ മാസ്. സോ കാർബണിന്റെ മാസ് 2 കോമ്പൗണ്ടുകളിലും ഫിക്സ്ഡ് ആണ് അല്ലെ. കാർബണിന്റെ മാസ് ഫിക്സ്ഡ് ആണ്, എന്നാൽ ഓക്സിജന്റെ മാസ് ഫിക്സ്ഡ് ആണോ? അല്ല. ഇനി ആ ഓക്സിജന്റെ മാസുകളുടെ ആ വെയിറ്റുകളുടെ പ്രപ്പോർഷൻ അനുപാതം നമ്മളൊന്ന് എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് 16:32. ചെറുതാക്കിയാൽ എത്ര കിട്ടും കുഞ്ഞുങ്ങളെ? 16:32
നമ്മൾ ചെറുതാക്കിയാൽ we will get 1:2 അല്ലേ? The simplest whole number ratio is 1:2. So ഒരു ഫിക്സ്ഡ് മാസ് ഉള്ള എലമെന്റുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന മറ്റേയാളുടെ മാസ്, ആ മാസിന്റെ പ്രൊപ്പോർഷൻ എടുത്താൽ ഇറ്റ്സ് എ സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ എന്ന് പറയുന്ന ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ആണിത്. എങ്ങനെയാണ് ആ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ പറയുന്നത്? when two elements combine to form more than one compound, masses of one of the element that combine with the fixed mass of the other element are in simple whole number ratio. രണ്ട് എലമെന്റുകൾ കൂടി ചേർന്ന് ഒന്നിലധികം കോമ്പൗണ്ടുകൾ ഫോം ചെയ്യാണ്. അതിൽ ഒരാളുടെ മാസ് ഫിക്സ്ഡ് ആയിരിക്കും. ഇവിടെ കാർബണിന്റെ മാസ് രണ്ടിലും ഫിക്സ്ഡ്, 12 12. ആ ഫിക്സ്ഡ് മാസ് ഉള്ള ആളുമായിട്ട് ചേരുന്ന മറ്റേയാളുടെ ഇവിടുത്തെ മറ്റേയാളാണ് ഓക്സിജൻ, ആ ഓക്സിജന്റെ മാസ് എടുത്താൽ അതൊരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആയിരിക്കും. ഒരിടത്ത് 16, ഒരിടത്ത് 32 റേഷ്യോ എടുത്താൽ ഇറ്റ് ഇസ് 1:2. അതേപോലത്തെ മറ്റൊരു ചോദ്യം, ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്ത് ഹൈഡ്രോജനും ഓക്സിജനും കമ്പൈൻ ചെയ്തിട്ട് രണ്ട് കോമ്പൗണ്ടുകൾ ഉണ്ടാകുകയാണ്. വെള്ളം ഉണ്ടാകുകയാണ്, ഹൈഡ്രോജൻ പെറോക്സൈഡ് H2O2 ഉണ്ടാകുകയാണ്. ഇത് ഏത് ലോ ആ മക്കളെ? രണ്ട് എലമെന്റുകൾ കമ്പൈൻ ചെയ്യാണ്, ഒന്നിലധികം കോമ്പൗണ്ടുകൾ ഫോം ചെയ്യാണ്. ഇവരുടെ മാസ് എടുത്താൽ ഹൈഡ്രജന്റെ മാസ് 2 അല്ലെ? ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ അറ്റോമിക് മാസ് ഓഫ് ഹൈഡ്രജൻ ഇസ് 1. രണ്ടെണ്ണം ഉണ്ടെങ്കിൽ 1:2 2. ഓക്സിജന്റെ മാസ് എത്ര? ഇവിടെ ഒരു ഓക്സിജനേ ഉള്ളൂ, സോ 16 ആണ് ഓക്സിജന്റെ മാസ്. രണ്ടാമത്തെ H2O2ലോ അവിടെയും ഹൈഡ്രജൻ 2, ഓക്സിജന്റെ മാസ് 16 × 2 32 ആണ്. റെഡി അല്ലേ? അപ്പൊ ഇവിടെ 2, ഇവിടെയും 2. ഹൈഡ്രജന്റെ മാസ് രണ്ടിടത്തും 2 ആണ്. ഓക്സിജന്റെ മാസോ ഇവിടെ 16, ഇവിടെ 32. സോ റേഷ്യോ എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് 16:32. അതായത് 1:2 ഇസ് ദ റേഷ്യോ. 1:2 ആണ് എന്ത് റേഷ്യോ അല്ലെങ്കിൽ അനുപാതം. ഇറ്റ്സ് എ സിമ്പിൾ ഹോൾ നമ്പർ. സോ ഫിക്സ്ഡ് മാസ് ഉള്ള ഒരാൾ, അപ്പുറത്തതിൽ കാർബൺ ആയിരുന്നു ഫിക്സ്ഡ്, ഇവിടെയും 12. ഇവിടെ ഹൈഡ്രജൻ ആണ് ഫിക്സ്ഡ്, ഇവിടെയും 2. റെഡി? ഓക്കെ അല്ലേ? യെസ്. അടുത്ത ചോദ്യം, അപ്പൊ ലോ ഏതാണ്? ദിസ് ലോ ഇസ് കോൾഡ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. ലോയുടെ പേര് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ എന്നാണ്. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. റെഡി? അടുത്തത്, ഗിവ് ദി അവോഗാഡ്രോസ് നമ്പർ. അവോഗാഡ്രോ നമ്പർ എന്താ? 6.022 × 10⁻23 എന്ന് പറയുന്നതാണ് അവോഗാഡ്രോ നമ്പർ. 6.022 × 10⁻23. വാട്ട് ഈസ് മോൾ ഫ്രാക്ഷൻ? എന്താ മോൾ ഫ്രാക്ഷൻ? ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് മോൾസ് ഓഫ് എ പെർട്ടിക്കുലർ കമ്പോണന്റ് ടു ദി ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂഷൻ. ഒന്നുമില്ല, എയും ബിയും ചേർന്ന് സി എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവുക. ഇതിൽ എയുടെ മോൾ ഫ്രാക്ഷൻ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ മോൾ ഫ്രാക്ഷനെ റെപ്രസെന്റ് ചെയ്ത ലെറ്റർ കൈ ആണ്. അപ്പൊ എയുടെ മോൾ ഫ്രാക്ഷൻ ആയതുകൊണ്ട് കൈ എയുടെ മോൾ ഫ്രാക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? നമ്പർ ഓഫ് മോൾസ് ഓഫ് എ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് എ പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി. അതായത് ടോട്ടൽ അതിൽ ആരൊക്കെയുണ്ടോ അവരുടെയൊക്കെ നമ്പർ ഓഫ് മോളുകൾ തമ്മിൽ ആഡ് ചെയ്യാം. ഇനി മോൾ ഫ്രാക്ഷൻ ഓഫ് ബി, കൈ ബി ചോദിച്ചാൽ എന്ത് കാണും? ആരുടെയാണോ കണ്ടുപിടിക്കേണ്ടത് അയാളുടെ നമ്പർ ഓഫ് മോൾസ് മോളില്, നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് എ പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി. താഴെയുള്ളത് മാറുന്നില്ല. മോളിൽ ആരുടെയാണോ നമ്പർ ഓഫ് മോൾ ഫ്രാക്ഷൻ നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത് അയാളുടെ നമ്പർ ഓഫ് മോൾസ് ആയിരിക്കും മുകളിൽ. ആരുടെയാണോ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കേണ്ടത് അയാളുടെ നമ്പർ ഓഫ് മോൾസ് ആയിരിക്കും മുകളിൽ. അടുത്ത ചോദ്യം, വാട്ട് ഈസ് മൊളാലിറ്റി എന്നാണ്. എന്താണ് മൊളാലിറ്റി? Small letter M, molality. It is the number of moles of solute present in 1 liter of അല്ല, അത് മൊളാലിറ്റി ആണ്. present in 1 kilogram of solvent അല്ലെ? മൊളാലിറ്റി ആണ്. മൊളാലിറ്റി നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ 1 kilogram of solvent. 1 kilogram സോൾവെന്റിൽ അടങ്ങിയിരിക്കുന്ന നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ആണ് മൊളാലിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റം പ്രസന്റ് ഇൻ 5 mole of glucose. 5 mole ഗ്ലൂക്കോസ് എടുക്കുക. 5 മോൾ എന്ന് പറഞ്ഞാൽ 5 C6H12O6 എടുക്കുക. ഇതിലെ ഓക്സിജൻ ആറ്റങ്ങളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. മക്കൾ ശ്രദ്ധിച്ചോ, ഓക്സിജൻ ആറ്റങ്ങളുടെ എണ്ണം ആരും 6 എടുക്കാൻ പാടില്ല. കാരണം ഇത് 5 മോൾ ഉണ്ട്. അപ്പൊ 5 മോൾ ആകുമ്പോൾ 5 × 6 ചെയ്യണം. 5 × 6 30 തീർന്നിട്ടില്ല. അതിനെ അവോഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 30 × 6.022 × 10⁻23. ഇത്രയും എണ്ണം ഓക്സിജൻ ആറ്റംസ് ആണ് ഇതിൽ പ്രസന്റ് ആയിരിക്കുന്നത്. ഇനി കാർബണിന്റെ ചോദിച്ചാലും ഇത് തന്നെ 30 × 6.022 × 10⁻23. ഹൈഡ്രജന്റെ ചോദിച്ചാൽ എന്ത് ചെയ്യണം? 12 × 5 ചെയ്യണം. 60 അപ്പൊ 60 × 6.022 × 10⁻23 കിട്ടും. അപ്പൊ എത്ര മോൾ ഉണ്ടോ അതിനെ ഈ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അവോഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക.
ആൻസർ കിട്ടും. ഹൗ മെനി സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആർ പ്രസന്റ് ഇൻ 0.0025? 0.0025ൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗറുകൾ പ്രസന്റ് ആണ് എന്നാണ് ചോദ്യം. ഈ രണ്ട് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ് ഇതിൽ പ്രസന്റ് ആയിരിക്കുന്നത്. നോൺ സീറോ ഡിജിറ്റിന് മുന്നേ പ്രസന്റ് ആയിരിക്കുന്ന സീറോസ് എന്തല്ല, സിഗ്നിഫിക്കൻ്റ് അല്ല. സോ ഈ 3 സീറോസും സിഗ്നിഫിക്കൻ്റ് അല്ല. ആൻസർ ഇസ് 2.